നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള യുദ്ധ അധികാര പ്രമേയം പാസാക്കി US സെനറ്റ്. 48-നെതിരെ 50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയത്തെ പിന്തുണച്ച 4 റിപ്പബ്ലിക്കൻ സെനറ്റ് ആണവ പരിശോധനയിൽ 2 തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുന്നു. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് തടയുന്നതാണ് പുതിയ നീക്കം. അതിനിടെ ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തള്ളി. റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ റാൻഡ് പോൾ, സൂസൻ കോളിൻസ്, ലിസ മക്കോവ്സ്കി, ബിൽ കാസിഡി എന്നിവർ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് പ്രമേയത്തെ അനുകൂലിച്ചു. ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഫെറ്റർമാൻ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു. സമാനമായ നടപടികളെ നേരത്തെ എതിർത്തിരുന്ന റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ മിച്ച് മക്കാണൽ, ഡേവ് മക്കോമിക് എന്നിവരുടെ സാന്നിധ്യമാണ് പ്രമേയം പാസാക്കാൻ സഹായിച്ചതെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ജനപ്രതിനിധി സഭയിലും 208-നെതിരെ 215 വോട്ടുകൾക്ക് ഈ പ്രമേയം പാസാക്കിയിരുന്നു. അന്ന് 4 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം വോട്ട് ചെയ്തു. 1973-ലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരമാണ് നടപടി. ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധമുഖത്ത് നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. ജനപ്രതിനിധി സഭയിലെ വോട്ടെടുപ്പിന് പിന്നാലെ നിയമനിർമ്മാതാക്കളെ വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ച അദ്ദേഹം നടപടിയെ രാജ്യസ്നേഹമില്ലാത്തതെന്നാണ് വിശേഷിപ്പിച്ചത്. ഇരുസഭകളിലും പാസ്സായെങ്കിലും ഇതൊരു കൺകറന്റ് പ്രമേയമായതിനാൽ പ്രസിഡന്റിന്റെ ഒപ്പ് ആവശ്യമില്ലെന്നും നിയമപരമായ പ്രാബല്യമില്ലെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഏപ്രിൽ 7-ന് വെടിനിർത്തലോടെ ശത്രുത അവസാനിച്ചതിനാൽ സൈന്യത്തെ പിൻവലിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. എന്നാൽ ഈ വ്യാഖ്യാനത്തെ ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ചോദ്യം ചെയ്തു. പ്രമേയം ബാധകമാകുമെന്നും വിയോജിപ്പുകൾ നിയമപരമായ വിഷയമായി മാറുമെന്നും അവർ വാദിച്ചു. ഈ വർഷം 10 തവണയാണ് ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധ അധികാര നടപടികളിൽ സെനറ്റ് വോട്ടെടുപ്പ് നടത്തിയത്. അതിനിടെ ആണവ നിലയങ്ങളിൽ അനിശ്ചിതകാലത്തേക്ക് പരിശോധന നടത്താൻ ഇറാൻ സമ്മതിച്ചതായി പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. നേരത്തെ JD വാൻസും സമാനമായ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുമായുള്ള ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാറിന്റെ നിലനിൽപ്പ് വീണ്ടും ചോദ്യചിഹ്നമായി. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് ഇസ്രായേൽ സ്വതന്ത്രമാകണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിൽ 80% അമേരിക്കൻ ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. സ്വന്തമായ ആയുധ നിർമ്മാണശേഷി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്നും ഇറാനുമായും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുമായി യുദ്ധം തുടരുന്നതിന് ഈ സ്വാതന്ത്ര്യം അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പ്രതിരോധ ആയുധങ്ങളിൽ 3/2 നിർമ്മിക്കുന്നത് അമേരിക്കയാണെന്നും ഇതിന്റെ ചെലവ് വഹിക്കുന്നത് അമേരിക്കൻ നികുതിദായകരാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇറാൻ കരാറിനെതിരായ ഇസ്രായേലിന്റെ നിലപാടിനെ വാൻസ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദേശ ആശ്രയത്വം അവസാനിപ്പിക്കുമെന്ന നെതന്യാഹുവിന്റെ പരാമർശം. ഇറാനുമായുള്ള കരാറിൽ ഇസ്രായേലിന് താല്പര്യമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ട്രംപിന്റെ നിർദ്ദേശം അനുസരിക്കാതെ ലബനിലേക്കുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുപിടിക്കുകയും ചെയ്തു. അതേസമയം ഇത്രയും കാലം അമേരിക്ക നൽകിയ സഹായങ്ങളെ നന്ദിയോടെ ഓർക്കുന്നതായി നെതന്യാഹു പറഞ്ഞു. ഇതിനിടെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 5ാം വട്ട ചർച്ചകൾ വാഷിംഗ്ടണിൽ തുടരുകയാണ്.